കലവറയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വെണ്ടയ്ക്ക അവിയൽ ഉണ്ടാക്കാം. അതിനായി വെണ്ടയ്ക്ക ഇങ്ങനെ സ്ലൈസസ് ആയിട്ട് എടുത്താണ്. തീരെ ചെറുതാകരുത്. അതുപോലെ ഉള്ളി കട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ തക്കാളി, ഇത് മൂന്നും കൂടി പാത്രത്തിലേക്ക് മാറ്റാം. തക്കാളിക്ക് പകരം സാധാരണ അവിയലിന് തൈരും ചേർക്കാറുണ്ട്, പക്ഷെ ഇതിനത് വേണ്ട. തൈര് ചേർക്കുമ്പോൾ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് തക്കാളി ചേർക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇനി ചെറിയ തീയിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാം. വലിയ തീ ഇടരുത്. വലിയ തീ ഇട്ടാൽ കരിയും അത്. ഇത് വെണ്ടയ്ക്കയിലെ വെള്ളം അതിലങ്ങ് ഇരുന്ന് വേവട്ടെ. പകുതി വേവാകുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. ഇനി അരപ്പ് അരച്ചിട്ട് വരാം. ജീരകം 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 3 അല്ലി, തേങ്ങ തിരുമ്മിയത് 4 ടേബിൾ സ്പൂൺ, പച്ചമുളക് 1 ഇത് ചെറുതായ ആവിയൊക്കെ വന്നു തുടങ്ങി. നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. ഒരു പച്ചമുളക് അരയ്ക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ചെറിയ തീയിലിരുന്ന് വേവട്ടെ. വെണ്ടയ്ക്കൊക്കെ പകുതി വേവായി. നമ്മൾ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. അരപ്പ് അവിയലിൻ്റെ ഇത്രയും അരയാവും. ഒരുപാട് അങ്ങ് അരഞ്ഞു പോരുത് തേങ്ങ. വെള്ളമൊക്കെ വെണ്ടയ്ക്ക കുറേശ്ശെ ഇറങ്ങി വന്നിട്ടുണ്ട്. വെണ്ടയ്ക്കയിൽ വെള്ളം ഒഴിച്ച് വെക്കാനും വെണ്ടയ്ക്ക അടിഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് ഒരു ശകല അരപ്പ് മിക്സിയിൽ ബാക്കിയിരിക്കുന്ന അരപ്പിലേക്ക് മിക്സി ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടി അല്പം വെള്ളം. ഇനി ഇതിൻ്റെ പുറത്തോട്ട് ഇത് പൊത്തി വെച്ച് ചെറിയ തീയിൽ ഇനി ഇരുന്നത് വേകട്ടെ. ഇതിലെ വെള്ളം വറ്റി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. സ്പൂണിൻ്റെ ഈ ഭാഗം കൊണ്ട് ഇളക്കാം. ഉടഞ്ഞു പോകുന്നത്. ഉപ്പ് മതിയോ നോക്കാം. ഓരോ ശകലം ഉപ്പും കൂടെ വേണം. ഉപ്പൂടെ വെളിച്ചെണ്ണ ഒഴിച്ച പോലെ തന്നെ അവസാനം കുറച്ച് കറിവേപ്പിലയും ചേർക്കേണ്ടതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഇഷ്ടം പോലെ കറിവേപ്പില ചേർത്തോണം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക അവിയൽ റെഡിയായി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം.